ഇന്ന് രാവിലെ ഞങ്ങൾ കരിങ്കപ്പാറ അമ്പലത്തിൽ നിന്ന് പോയിട്ട് ഞങ്ങളെ തറവാട്ടമ്പലത്തിൽ ഏട്ടൻ്റെ തറവാട്ടമ്പലമാണ്. അപ്പോൾ അവിടെ ഞങ്ങളൊന്ന് പോയി. കുറച്ചായി ഞങ്ങളവിടെ പോയിട്ട്. ഉത്സവമൊക്കെ ആവാനായിട്ടുണ്ട്. ഈ മാസം ലാസ്റ്റാണ് ഉത്സവം വരാറ്. അപ്പോൾ പാടമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് സ്ഥലമുണ്ട്. പാടമൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. കുറേ കച്ചവടക്കാരും പിന്നെ നല്ല വരവൊക്കെ ഉണ്ടാവാറുണ്ട്. കാളവരവാണ് അധികം ഉണ്ടാവാറ്. അപ്പോൾ ഈ മാസം ലാസ്റ്റ് എക്സാമൊക്കെ കഴിയുമ്പോഴേക്കും ഉത്സവമൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് തൊഴാമെന്ന് കരുതി പോയതാണ്. കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ അവിടെയുള്ള ആളുകളോട് കുറച്ചൊക്കെ ഒന്ന് സംസാരിച്ചു. പിന്നെ തൊഴുതു. എന്നിട്ട് വീട്ടിലേക്ക് പോരുകയാണ്. പോരുന്ന വഴിക്ക് കുറച്ച് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നല്ല സ്ഥലമാണ്. ഒരു കാട് പോലത്തെ സ്ഥലം, നല്ല തണുപ്പുള്ള കാട് പോലത്തെ ഒരു സ്ഥലം. അപ്പോൾ അതിലൂടെ ഇങ്ങനെ വരാൻ നല്ലൊരു വൈബാണ്. ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. കുറച്ചായി പോയിട്ട്. അപ്പോൾ ഞങ്ങളവിടേക്കൊന്ന് പോയി. നല്ല ചക്ക കിട്ടും അവിടെ. ഒരുപാട് ചക്കയൊക്കെ ഉണ്ട്. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു. വണ്ടി അപ്പുറത്ത് നിർത്തിയിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് വരികയാണ്. വീട്ടിലേക്ക് വണ്ടി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് വരികയാണ്. ഏട്ടനും കണ്ണനും അതാ പച്ചക്കറിയൊക്കെ താങ്ങി പിടിച്ച് പോണ്. അപ്പോൾ വരുമ്പോൾ നമ്മളെ കുഞ്ഞാക്കാനെ കണ്ടു. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കാക്കയാണ്. അപ്പോൾ അവർ മക്കളെയൊക്കെ കണ്ടിട്ട് കുറച്ചായി. അടുത്താണെങ്കിലും എപ്പോഴും അവർ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ പൊന്നൂനെ കണ്ടപ്പോൾ വലിയ കുട്ടിയായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം കുഞ്ഞാക്കാനോട് സംസാരിച്ചു. പൊന്നൂനോട് നല്ല പരീക്ഷയൊക്കെ നന്നാക്കി എഴുതണം അങ്ങനെയൊക്കെ കുറച്ച് പറഞ്ഞു. പിന്നെ വാങ്ങിച്ച പച്ചക്കറിയൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ പരത്തി വെച്ചു. എന്നിട്ട് കണ്ണനോട് പറഞ്ഞു, കണ്ണ ഇതൊക്കെ ഒന്ന് ശരിയാക്കടാ, അമ്മ ഒറ്റയ്ക്കല്ലുള്ളൂ, അമ്മേനും സഹായിക്കായിരുന്നു. പൊന്നു ട്യൂഷന് പോയതായിരുന്നു. പിന്നെ ഏട്ടൻ വണ്ടിയും കൊണ്ട് പോയിരുന്നു. അപ്പോൾ കണ്ണൻ വന്നു അതൊക്കെ സെറ്റാക്കാൻ. ഇതെന്താ സാധനം എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കണ്ണൻ ഇതാ പച്ചക്കറിയൊക്കെ എല്ലാ സ്ഥലത്തും ഒതുക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ ചെറിയ ചെറിയ പണികളൊക്കെ അവർക്ക് കൊടുക്കണം. അപ്പോൾ ഓക്കെ, ബായ്.